ഇന്ന് ലോക പുരുഷ ദിനം. സ്ത്രീകൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും അധ്യാപകർക്കും എന്തിന് പ്രകൃതിക്കും മൃഗങ്ങൾക്കും വരെ പ്രത്യേക ദിനങ്ങളും ആഘോഷങ്ങളുമുള്ളൊരു ലോകമാണിത്. മുൻകാലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമായി ഒരു ദിനം ആചരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 80ഓളം രാജ്യങ്ങളിൽ പുരുഷ ദിനം ആചരിക്കുന്നുണ്ട്. ആദ്യമായി 1999 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലാണ് യുനെസ്കോ നവംബർ 19 പുരുഷ ദിനമായി ആചരിച്ചത്. അതായത് പുരുഷ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് വെറും 21 വർഷമേ ആയിട്ടുള്ളൂ എന്ന് ചുരുക്കം. മറ്റെല്ലാവർക്കും വേണ്ടി ഒരു ദിനം മാറ്റിവെക്കുമ്പോൾ ലോകത്ത് പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകുക എന്ന സന്ദേശമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. 2007 മുതലാണ് ഇന്ത്യയിൽ പുരുഷ ദിനാചരണം ആരംഭിക്കുന്നത്. പുരുഷാവകാശ സംഘടനയായ സേവ് ഇന്ത്യൻ ഫാമിലിയാണ് ഈ ആഘോഷം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 2009 ലോക പുരുഷ ദിനാചരണത്തിന് ഇന്ത്യയിൽ ഔദ്യോഗിക സ്പോൺസറായി പ്രമുഖ റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാതാക്കളായ അലൻസോളിയെ ലഭിച്ചിരുന്നു. വെറുതെ ഒരു ദിനാചരണം എന്നതിലുപരി ലോക പുരുഷ ദിനത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ആരോഗ്യം, ആൺപെൺ സൗഹൃദങ്ങൾ മെച്ചപ്പെടുത്തുക, ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക, മാതൃകാ പുരുഷോത്തമന്മാരെ ഉയർത്തിക്കാട്ടുക, പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും വിജയങ്ങൾ ആഘോഷിക്കുക എന്നിവയ്ക്കാണ് ഈ ദിനം പ്രാധാന്യം നൽകുന്നത്. പുരുഷന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, യുവാക്കളും പ്രായമായവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ലോക പുരുഷ ദിനത്തിൽ ഓരോ വർഷവും ഓരോ തീം ഉണ്ടായിരിക്കും. സ്ത്രീ പുരുഷ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക എന്നതാണ് ഈ വർഷത്തെ പുരുഷ ദിനത്തിന്റെ പ്രധാന ആശയം. ലോകത്ത് സ്ത്രീകളെക്കാൾ 3 മടങ്ങ് കൂടുതൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 3 പുരുഷന്മാരിൽ ഒരാൾ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നു. സ്ത്രീകളെക്കാൾ 4 മുതൽ 5 വർഷം മുൻപ് തന്നെ പുരുഷന്മാരുടെ മരണം സംഭവിക്കുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്നും പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വനിതാ ദിനം ആഘോഷമാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പുരുഷ ദിനം. എന്നാൽ പലപ്പോഴും പുരുഷ ദിനത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. ആഘോഷങ്ങളില്ലെങ്കിലും ആശംസകൾ പോലും ഇല്ലാത്ത സ്ഥിതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിന് മാതൃകയായി നിലനിൽക്കുന്ന പുരുഷന്മാരെ ആദരിക്കേണ്ട ദിനമാണ് ഇന്ന്.